അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കർണാടകയിൽ ഹജ്ജ് ക്ലാസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ചില സംശയങ്ങൾ ചോദിച്ചതിൽ സിറാജുൽ ഹുദ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ അബ്ദുൽ ലത്തീഫ് മദനി ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയിൽ ഒരു ചെറിയ തെറ്റിദ്ധാരണക്ക് വകുപ്പുള്ള വിഷയം വന്നിട്ടുണ്ടെന്ന് ചിലർ ശ്രദ്ധയിൽപ്പെടുത്തി. അവർക്ക് അല്ലാഹു ഖൈർ ചെയ്യട്ടെ. അതായത്, ഒരു കുട്ടിയെ ചുമന്ന്, പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ ചുമന്ന് അല്ലെങ്കിൽ ഒരു രോഗിയെ ചുമന്ന് തവാഫ് ചെയ്യുന്ന ആൾ, അദ്ദേഹം ഇഹ്റാമിലുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തവാഫ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തവാഫായിട്ടാണ് തവാഫിനെ പരിഗണിക്കുക. അതേസമയം അത് കുട്ടിയുടേതാണ് എന്ന് അദ്ദേഹം നിയ്യത്ത് ചെയ്തുകൊണ്ട് നടത്തിയാൽ അത് കുട്ടിയുടേതായി പരിഗണിക്കപ്പെടും. രണ്ടും കൂടി നിയ്യത്ത് ചെയ്താൽ അതും അദ്ദേഹത്തിൻ്റേതായി മാത്രമേ പരിഗണിക്കുള്ളൂ, അത് കുട്ടിയുടേതായി പരിഗണിക്കപ്പെടുകയില്ല. ഇങ്ങനെയാണ് നിയമം. അതേസമയത്ത് ഇഹ്റാമിലല്ലാത്ത ആളാണ് ഇഹ്റാമിലുള്ള കുട്ടിയെ എടുത്തു തവാഫ് ചെയ്യുന്നതെങ്കിൽ അത് കുട്ടിയുടേതായി തന്നെ പരിഗണിക്കപ്പെടും. ഇഹ്റാമിലുള്ള ആളാകുമ്പോൾ പ്രബലമായ അഭിപ്രായത്തിൽ കുട്ടിയുടേതാണെന്ന് കരുതി ചെയ്താൽ അത് കുട്ടിയുടേതാകുന്നതും, രണ്ടും കൂടി കരുതിയാൽ അത് അദ്ദേഹത്തിൻ്റേത് മാത്രമാകുന്നതും കുട്ടിയുടേത് ആകാത്തതുമാണ്. ഈ കാര്യം ആർക്കെങ്കിലും പറഞ്ഞ മറുപടിയിൽ ഒരു ക്ലിയറാകാതെ വന്നതോ അല്ലെങ്കിൽ പറഞ്ഞതിൽ തന്നെ അബദ്ധം ആയിപ്പോയിട്ടുള്ളതോ ആണെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന് അറിയിക്കുന്നു. അള്ളാഹുവിനെ ഭയപ്പെട്ട് ഖൈറായ നിലക്ക്, അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്ക് ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.